വന്നപ്പം മുതല് ഞാൻ നിന്നെ അന്വേഷിക്കായിരുന്നു. ദേ ഇപ്പോഴും അന്വേഷിച്ചതേ ഉള്ളൂ. പരീക്ഷ എന്നാ തുടങ്ങുന്നത്? പ്രിപ്പറേഷനൊക്കെ എവിടെ വരെയായി? എന്താടാ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ? എന്നെ നീ ആദ്യമായിട്ട് കാണുകയാണോ? അതെ, ഈ സുന്ദരച്ചിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. അതിന് ചേച്ചിക്കൊരു മാറ്റവും ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? ചേച്ചി ആകെ മാറിയിരിക്കുന്നു. ഈ മുഖത്ത് നോക്കിയാൽ എനിക്കത് വ്യക്തമായിട്ടറിയാം. ചേച്ചിയുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ ഈ അനിയനതറിയാൻ പറ്റും. എന്തു പറ്റി സുന്ദരിച്ചി? എന്തൊക്കെയോ ചേച്ചിയുടെ മനസ്സിൽ കിടന്ന് വീർപ്പുമുട്ടുന്നു. ആരോടെങ്കിലും അത് പറഞ്ഞാൽ അതിനിത്തിരി ആശ്വാസം കിട്ടുമെങ്കിൽ അതെന്നോടായിക്കൂടെ? എന്തുണ്ടെങ്കിലും പറയൂ സുന്ദരിച്ചി. ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാം ഒരാളെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? എന്റെ വിഷമങ്ങൾ പറഞ്ഞ് ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ കൂടി മനസ്സ് നോവിക്കുന്നത്? വേണ്ട എന്നൊന്നും പറയണ്ട. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരാ നമ്മൾ 3 മക്കളും. ചേച്ചിയുടെ വിവാഹത്തോടെ ഒക്കെ പോയി. ഇങ്ങനെയൊന്നുമല്ല ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടത്. എന്റെ സ്വപ്നവും മറിച്ചായിരുന്നു ബാബു. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ചേച്ചിയുടെ വിവാഹ ജീവിതത്തെപ്പറ്റി. പക്ഷെ പ്രസാദേട്ടനെ കൈപിടിച്ച് പ്രസാദേട്ടന്റെ വീട്ടിലേക്ക് കയറിയ ആദ്യ നാള് തന്നെ പ്രതീക്ഷയറ്റു. ഉയർന്ന വിദ്യാഭ്യാസമോ ജോലിയോ അല്ല ജീവിത വിജയത്തിന് ആധാരം. ഭാര്യയുടെ മനസ്സറിയുന്ന ഭർത്താവാണ് പ്രസാദേട്ടൻ. പ്രസാദേട്ടൻ ഒരിക്കലും എന്നെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഞാനെന്ന സ്ത്രീയെ പരിഗണിച്ചിട്ടില്ല. ആദ്യം കഥ എഴുതുന്നതിന് വിലക്ക്, പിന്നെ അനാവശ്യ സംശയങ്ങൾ. ആണായ ഒരു സുഹൃത്തുണ്ടായാൽ അയാളെ ചേർത്ത് ഓരോന്ന് പറയും. പിന്നെ അതിന്റെ പേരിൽ ഒളിഞ്ഞും തെളിഞ്ഞും മനസ്സിനെ മുറിപ്പെടുത്ത് ബാങ്കിലേക്ക് പോകുന്ന കുറച്ച് നിമിഷങ്ങൾ ഒഴിച്ചാൽ ശ്വാസം മുട്ടില്ല, ഒരു തരം വീർപ്പ് മുട്ടില്ല ചേച്ചിക്ക് അവിടെ. ഒരു ബുക്ക് വായിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ. പ്രസാദേട്ടന് കോംപ്ലക്സാ. തനിക്കില്ലാത്ത കഴിവ് ഭാര്യയ്ക്കുള്ളതിന്റെ കോംപ്ലക്സ്. ഭാര്യയുടെ പേരിൽ ഭർത്താവ് അറിയപ്പെടുന്നതിന്റെ കോംപ്ലക്സ്. അത് മനസ്സിലാക്കി ഞാൻ കഥ എഴുത്ത് നിർത്തിയല്ലോ. പിന്നെ എന്താ എന്നെ സ്നേഹിച്ചാല്? ഇത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ചേച്ചി കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്ക്. ആഗ്രഹമുണ്ട് മോനെ, പക്ഷെ എങ്ങനെ വരും ഞാൻ? എന്തിനു വന്നു അച്ഛനും അമ്മയും ചോദിച്ച ഞാൻ എന്ത് മറുപടി പറയും? വിവാഹം കഴിഞ്ഞാൽ സ്ത്രീ ശരിക്കും തളയ്ക്കപ്പെടുകയാണ്. ഒരുതരം ബന്ധനം. സ്വന്തം ജീവിതത്തോടൊപ്പം അവൾക്ക് കുടുംബത്തിന്റെ ആത്മാഭിമാനം കൂടി സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞ ഇവിടെ വരുമ്പോ നിങ്ങളെയൊക്കെ കാണുമ്പോ എന്തെന്നില്ലാത്ത ആശ്വാസം. അടച്ചിട്ടൊരു മുറിയിന്ന് പുറത്തിറങ്ങിയ ആശ്വാസം. എന്റെ നല്ല ജീവിതമൊക്കെ തീർന്നു ബാബു. അത്രയ്ക്ക് ഗതികേടില്ലേ ചേച്ചി ഇപ്പൊ? ഒന്നും പുറത്തു പറയാനാവാതെ ഉള്ളിലൊതുക്കേണ്ട ഗതികേട്. ചില സമയത്ത് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും, മരിച്ചാലോന്ന് തോന്നും. ഒന്നിനും കഴിയാതെ
ചേച്ചിയുടെ കൈകൾ ബന്ധിച്ചിരിക്കുക. ഒക്കെ അച്ഛന്റെ പിടിപ്പുകേടാ. കുറെയൊക്കെ അച്ഛൻ അറിയാം. ഒന്നും അറിയില്ല എന്നടിച്ച് നടക്കുക അച്ഛൻ. ചേച്ചിയുടെ കരണത്തടിച്ചപ്പോൾ തന്നെ പ്രസാദേട്ടനെ ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും പ്രസാദേട്ടൻ പറഞ്ഞ വാക്കുകൾ കേട്ട് തിരികെ പോന്നു അച്ഛൻ, ഇല്ലാത്ത ന്യായീകരണങ്ങളുമായി. അച്ഛൻ അതിനല്ലേ കഴിയൂ ബാബു. മരുമകനെ ശാസിച്ചാൽ അതിന്റെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്വന്തം മകളാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയും. ലോകത്തുള്ള ഏതൊരച്ഛനും ചെയ്യുന്നത് നമ്മുടെ അച്ഛനും ചെയ്തുള്ളൂ. അല്ല, ചേച്ചിയോടുള്ള പ്രസാദേട്ടൻ്റെ ഈ വെറുപ്പ് ഒരിക്കലും മാറില്ലേ? മാറില്ലെന്ന് ചോദിച്ച ചേച്ചിക്ക് പ്രതീക്ഷയില്ല. അപ്പോ എത്ര നാളാ ഇങ്ങനെ? അറിയില്ല, ചേച്ചിക്കൊന്നും അറിയില്ല. ഒരൗട്ടിങ്ങിന്, ഒരു സിനിമയ്ക്ക് ഭർത്താവ് ഒത്തു പോവാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തിന്? ഭർത്താവിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് പോലും അറിയാൻ ഭാര്യയ്ക്ക് അനുവാദമില്ല. അതിനും അർഹത മറ്റാർക്കുമാണ്. കൺമുന്നില് പലതും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട അവസ്ഥയില്ല ചേച്ചി ഇപ്പോ. പക്ഷെ ചേച്ചിക്കത് അധികം നാൾ തുടർന്നുകൊണ്ട് പോകാനാവില്ല. ഒരു ദിവസം ഉള്ളിൽ കൂട്ടി വെച്ചിരിക്കുന്ന തീ ആളിക്കത്തും. അന്ന് ചിലപ്പോ ബന്ധം പോലെ അറ്റൂന്ന് വരും. ചേച്ചി എന്തൊക്കെയാ പറയണത്? ഗതികേട്, ശരിക്കും ചേച്ചിയുടെ ഗതികേട്. വിവാഹത്തോടെ സുമിത്രേച്ചി മരിച്ചു കഴിഞ്ഞു ബാബു. ഇപ്പൊ ഈ ശരീരം മാത്രമേ ഉള്ളൂ. അതും കൂടി അങ്ങ് നശിച്ച സ്വസ്ഥമായത്. കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ വെറുത്തു കഴിഞ്ഞു. മരണമല്ല ഏറ്റവും പറ്റിയ പോംവഴി. അത്രയ്ക്കും മടുത്തട നിന്റെ ഈ ചേച്ചിക്ക്. ചേച്ചി ധാരാളം ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നതിന് മുൻപ് ചേച്ചി അങ്ങ് പോകുന്നതല്ലേ നല്ലത്. മറ്റാർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം എന്റെ ചേച്ചിയെ. ചേച്ചി പടിക്ക് പുറത്തു നിൽക്കാൻ വിധിക്കപ്പെട്ടവനാണമേ ഞാൻ. ജീവിതത്തിൽ വിജയങ്ങളില്ലാത്തവൻ. എനിക്ക് പ്രസാദിനെ വിമർശിക്കാൻ അർഹതയില്ലാത്തതാണ്. എന്നാലും അർഹത എന്താ രമേശ ഈ അർഹതയെന്ന് പറഞ്ഞാൽ? പണവും പദവിയാണോ? എങ്കിൽ അത് രണ്ടും നിന്നേക്കാൾ ഏറെയുണ്ട് പ്രസാദിന്. അവന്റെ മാറ്റം കണ്ടിട്ടാ രമേശ ഞാൻ ഇന്ന് സങ്കടപ്പെടുന്നത്. പാറു എന്നോട് സൂചിപ്പിച്ചിരുന്നു, പൊരുത്തക്കേടുകൾ ഏത് ദാമ്പത്യത്തിലുണ്ടാവും. അച്ഛനും അമ്മയും തമ്മിലുണ്ടായിരുന്നില്ലേ? ഈ ഞാനും പാറും തമ്മിലുണ്ടായിരുന്നില്ലേ? പിന്നെ പ്രസാദിന്റെയും സുമിത്രയുടെയും കാര്യത്തില് പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതയില്ലെന്ന് പറയാൻ പറ്റുമോ? സത്യത്തിൽ സാധ്യത കൂടുതലല്ലേ? ഞാൻ കുറ്റം പറയല്ലമ്മേ. സുമിത്രയെ ഒരു വെറും ഭാര്യയായിട്ടാവും പ്രസാദ് കാണുന്നത്, ഉദ്യോഗസ്ഥയായ വെറും ഭാര്യ. പക്ഷെ സുമിത്ര യഥാർത്ഥത്തിൽ അതാണോ? പുതുമഴയും മായക്കണ്ണാടിയും എഴുതിയൊരു സുമിത്രയില്ലേ? പ്രസാദിന് ആ സുമിത്ര പരിചയം ഉണ്ടാവോ? അമ്മ പറയൂ. പുറമ്പോക്കി നിൽക്കുന്ന എന്നേക്കാൾ ഇക്കാര്യം അമ്മയ്ക്കല്ലേ പറയാൻ കഴിയുക? നേരിട്ടുള്ള കാഴ്ചകൾ അമ്മയ്ക്കല്ലേ കിട്ടുക?
നീ പറഞ്ഞത് ശരിയാ രമേശ. സുമിത്ര കഥ എഴുതുന്നതിൽ പ്രസാദിന് ഒട്ടും സന്തോഷമില്ല. അവളുടെ ഒരു കഥ പോലും ഇന്ന് വരെ അവൻ വായിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എനിക്ക് അത്ഭുതമില്ല. ഇനി ഒന്നും എഴുതില്ലെന്ന് സുമിത്ര തീരുമാനം എടുക്കുകയും ചെയ്തു. ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അത് മരണമാണ്. ഇനി എന്താണ് പ്രശ്നം? ഇനി എന്താ എൻ്റെ അനിയന് വേണ്ടത്? കീഴടങ്ങിയില്ലേ സുമിത്ര? ഇനി എന്താ പൊരുത്തക്കേട്? എനിക്കറിയില്ല രമേശ. അവൻ ഇപ്പോഴും ഒരടുപ്പവും ഇല്ലാതെയാ അവളോട് പെരുമാറുന്നത്. ഈ പിണക്കോ അകൽച്ചയും ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെയാ മോനെ ഞാൻ കരുതിയത്. പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരിക്കുക. അമ്മ ഈ വിഷയം സംസാരിക്കാറില്ലേ അവനോട്? ഒരു പ്രയോജനവുമില്ല. ഉപദേശം പണ്ടേ ഇഷ്ടമല്ലല്ലോ. തെറ്റ് ചെയ്യുന്നവർക്ക് മതിയല്ലോ ഉപദേശം. അവൻ തെറ്റ് ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നത് അത്രയും ശരിയല്ലേ? അമ്മ വിഷമിക്കാതെ. ഇപ്പോഴത്തെ ഈ വാശിയും ധാർഷ്ട്യമൊക്കെ കുറച്ചു കഴിയുമ്പോൾ അവൻ തന്നെ ഉപേക്ഷിക്കും. ഇതൊക്കെ ഒരാവശ്യമില്ലാത്ത വെച്ചുകെട്ടുകളാണെന്ന്, ഭാരങ്ങളാണെന്ന് അവന് മനസ്സിലാവും. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അമ്മ സമാധാനമായിട്ടിരിക്കുക. നീ എന്തറിയുന്നു രമേശ? കാര്യങ്ങളുടെ പോക്ക് ഇപ്പൊ കൂടുതൽ അപകടം പിടിച്ച വഴിക്ക. എന്തപകടം? എന്തപകടമേ? പറയൂ. സുമിത്രയോടുള്ള വാശി തീർക്കാനാവും. പ്രസാദ് കുറച്ചു നാളായി പുതിയൊരു ബന്ധം. അമ്മ എന്തായി പറയണേ? ഞാൻ വിശ്വസിക്കില്ല. ആ ഒരു താഴ്ചയിലേക്ക് പ്രസാദ് ഒരിക്കലും. സ്വന്തം അമ്മ തന്നെയാ ഇത് പറയുന്നത്. അത് നീ ഓർക്കുന്നില്ല? സത്യമാ മോനെ. ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്ത ദുസ്വഭാവമാ അത്. എനിക്ക് പേടിയാവുന്നു രമേശ. മനുഷ്യന്റെ മനസ്സാ. ഒരു വഴിക്ക് ചാഞ്ഞു പോയാൽ, പിടിച്ചാ കിട്ടാത്ത നിലയിലേക്കായാൽ, ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇല്ലമ്മേ, അതൊരിക്കലും സംഭവിക്കില്ല. രമേശനാ പറയുന്നത്. അമ്മ പരിഭ്രമിക്കാതിരിക്കുക. അത് വേണ്ട. ഞാൻ നേരിട്ടൊന്ന് പ്രോപ്പർട്ടി കാണാം. എന്നിട്ട് പ്ലാൻ തയ്യാറാക്കുന്നില്ല ബുദ്ധി. ഇല്ല, ഇത്തവണ വാക്ക് തെറ്റിക്കില്ല. ആ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആ, പറഞ്ഞ സമയത്ത് തന്നെ എത്താം. ഓക്കെ? മേ ഐ കം ഇൻ? യെസ്. നിങ്ങൾ എവിടെ? വഴിതെറ്റി വന്നതല്ല, വഴി അറിഞ്ഞു തന്നെ വന്നതാ. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? പ്രതീക്ഷിച്ച മുഖഭാവവും പ്രതീക്ഷിച്ച ചോദ്യം ആയതുകൊണ്ട് നടുക്കില്ല. എനിക്ക് ഈ മുഖം കാണുന്ന ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? മറിച്ചാണ് എനിക്ക്. ഇളം പ്രായത്തിലെ നിന്റെ മുഖം പോലെ തന്നെ ഇപ്പോഴത്തെ ഈ മുഖം എനിക്ക് ഇഷ്ടമാണ്. അനിയ. അനിയനോ? ആരുടെ അനിയൻ? എന്റെ ജോലി തടസ്സപ്പെടുത്താതെ കടന്നു പോകുന്നുണ്ടോ? എനിക്കുണ്ടൊരു ചെറിയ ജോലി, അത് തടസ്സപ്പെടുത്തിയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കാശ് കടഞ്ഞു ചോദിക്കാനാവും. മദ്യപാനികൾ ആദ്യം വിൽക്കുന്നത് ആത്മാഭിമാനമാണല്ലോ. അപ്പൊ പിന്നെ എവിടെ വേണമെങ്കിലും കയറി വന്ന് കയ്യിൽ കിട്ടാം. നിനക്ക് തെറ്റി. ഞാൻ മദ്യപാനം നിർത്തി. നിങ്ങളോ? മദ്യപാനം നിർത്തിയോ? ഞാനത് വിശ്വസിക്കണോ? നിർബന്ധമില്ല. എന്നാൽ ഒന്ന് നിനക്ക് ഉറപ്പിക്കാം, ഐ ഡോണ്ട് വാണ്ട് യുവർ മണി. പിന്നെ പിന്നെ എന്തിനു വേണ്ടിയാണ് എന്റെ ക്യാബിനിൽ ഈ ദുർമുഖം? നിന്നെപ്പറ്റി, നിന്റെ ജീവിതത്തെ പറ്റി സംസാരിക്കാൻ ഇവിടെയല്ലേ വരേണ്ടത്? എന്റെ ജീവിതത്തെ പറ്റി സംസാരിക്കാനോ? അത് കൊള്ളാലോ. എപ്പോഴാണാവോ ഈ ബോധോദയം ഉണ്ടായത്? ആരാണാവോ ഈ ദൗത്യം ഏൽപ്പിച്ചത്? ആരും ഏൽപ്പിച്ചതല്ല, എന്റെ കടമ, എന്റെ ഉത്തരവാദിത്വം.
എന്ത് മാങ്ങാത്തോല് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വന്ന സ്ഥലം തെറ്റിപ്പോയി. ഒന്ന് പോണം മിസ്റ്റർ. പോകുമായിരുന്നു കുറെ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ. കാരണം അന്ന് തെറ്റെന്റെ ഭാഗത്തും ശരി നിന്റെ ഭാഗത്തുമായിരുന്നു. വഴിതെറ്റിയ പോക്കിന്റെ പേരിൽ എന്നെ പരസ്യമായി പരിഹസിക്കുമ്പോഴും ആട്ടി ഓടിക്കുമ്പോഴും നിന്റെ കൈകൾ ശുദ്ധമായിരുന്നു, മനസ്സ് ശുദ്ധമായിരുന്നു. പക്ഷെ ഇപ്പോ എന്നെ തള്ളിപ്പറയാൻ, എന്നോട് ആജ്ഞാപിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ? എന്ത് റബീഷാ നിങ്ങളീ പറയുന്നത്? അകത്ത് കിടക്കുന്ന ദ്രാവകത്തിന്റെ കൾച്ചർ കാണിക്കേണ്ട സ്ഥലമല്ലേ ഇത്? ആ, കൾച്ചർ, അങ്ങനെ ഒരു വാക്ക് എന്റെ അനിയൻ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ അതിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? അത് അങ്ങാടി മരുന്നോ പച്ചമരുന്നോ നിനക്ക് അറിയാമോ? ഇല്ല, നിനക്കത് അറിയില്ല പ്രസാദ്. അറിയാമായിരുന്നെങ്കിൽ നിന്റെ ചോട് പിഴക്കില്ലായിരുന്നു. ഈ തോന്നിവാസത്തിന് നീ ധൈര്യപ്പെടില്ലായിരുന്നു. മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം എന്റെ നിയന്ത്രണത്തിൽ തന്നെയാ. എനിക്ക് പകൽമാന്യന്റെ പൊയ്മുഖമില്ല. നിർത്താനല്ലേ പറഞ്ഞേ? ആജ്ഞാപിക്കരുതെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ രമേശനെ മുറിവിട്ട് പോകൂ. എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് കുന്താ നിങ്ങൾ അറിഞ്ഞ്? അച്ഛന്റെ ശിക്ഷണത്തില് അച്ചടക്കത്തോടെ വളർന്ന മകന്റെ സ്വഭാവത്തിലെ പുതിയ മാറ്റങ്ങൾ, പുതിയ ശീലങ്ങൾ. സുമിത്ര നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? അമ്മ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? ആരോട് പകവീട്ടാനാണ് നീ തെറ്റുകളിലൂടെ നീങ്ങുന്നത്? ആരുടെ മുഖത്തേക്കാ നീ ചെളി വാരി എറിയുന്നത്? ആ ചെളി നിന്റെ മുഖത്ത് തന്നെ വീഴുന്നത് നീ അറിയുന്നില്ലേ? എന്റെ കുടുംബകാര്യത്തിൽ അന്യർ തലയിടണ്ട. നിന്റെ കുടുംബം, അവിടെ ഒരു ദിവസമെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? സമാധാനം ഉണ്ടായിട്ടുണ്ടോ? പ്രസാദേ, മുമ്പ് നീ കണ്ടിട്ടുള്ള രമേശനല്ല ഈ നിൽക്കുന്നത്. ഒന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കാം. നീ മാനത്തുനിന്ന് പൊട്ടി വീണവനോ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നവനോ ആണെന്ന ധാരണയുണ്ടെങ്കിൽ, ചോദിക്കാൻ ആരുമില്ലെന്ന വിചാരമുണ്ടെങ്കിൽ അത് വേണ്ട. ചോദിക്കാൻ ആളുണ്ട്. ഈ രമേശനുണ്ട്, നിന്റെ ചേട്ടൻ. കുടുംബത്തിന്റെ വിളക്ക് ഊതിക്കെടുത്താനാണ് നിന്റെ ഭാവമെങ്കിൽ രമേശനത് നോക്കിയേക്കില്ല. ഓർത്തോ?